കടൽത്തീരത്തിനടുത്തുള്ള ഒരു ശാന്തമായ ഗ്രാമത്തിൽ അനന്തു താമസിച്ചിരുന്നു. അവന്റെ ജീവിതം ലളിതമായിരുന്നു. രാവിലെ കടൽ, പകൽ ജോലി, രാത്രി പുസ്തകങ്ങൾ. വാക്കുകൾ കുറവായിരുന്നു, ചിന്തകൾ കൂടുതലായിരുന്നു. അതേ ഗ്രാമത്തിലേക്ക് അവധിക്കെത്തിയതാണ് ദേവിക. നഗരത്തിലെ തിരക്കിൽ നിന്നകന്ന് മനസ്സ് ശാന്തമാക്കാൻ വന്നൊരു പെൺകുട്ടി. അവൾ ആദ്യമായി അനന്തുവിനെ കണ്ടത് കടൽ തീരത്ത്. അവൻ കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ദേവികയ്ക്കെന്തോ ചോദിക്കണമെന്ന തോന്നൽ. ഇവിടെ എല്ലായ്പ്പോഴും ഇത്രയും ശാന്തമാണോ? അവൾ ചോദിച്ചു. അനന്തു ചിരിച്ചു. കടൽ പോലെ ചില ദിവസങ്ങൾ മാത്രം. ആ സംഭാഷണം അവർക്കിടയിലെ തുടക്കമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വൈകുന്നേരങ്ങളിൽ കടൽ തീരത്ത് നടക്കൽ, ചായക്കടയിലെ ചെറിയ ചർച്ചകൾ, ജീവിതത്തെക്കുറിച്ചുള്ള നീണ്ട മൗനങ്ങൾ. ദേവിക പറഞ്ഞു, നഗരത്തിൽ ശബ്ദങ്ങൾ മാത്രമേയുള്ളൂ, ഇവിടെ മൗനത്തിനും അർത്ഥമുണ്ട്. അനന്തുവിന് ആ വാക്കുകൾ ഏറെ ഇഷ്ടപ്പെട്ടു. അവൻ പതുക്കെ അവളോടടുത്തു. പക്ഷെ പ്രണയം തുറന്നു പറയാൻ ധൈര്യം വന്നില്ല. ഒരു ദിവസം ദേവിക പറഞ്ഞു, അവധിക്കാലം തീരുന്നു, ഞാൻ തിരിച്ചു പോകണം. അനന്തുവിന്റെ ഹൃദയം ഭാരം നിറഞ്ഞു. പക്ഷെ അവനൊന്നും പറഞ്ഞുമില്ല. അവൾ പോയി. ഗ്രാമം വീണ്ടും ശാന്തമായി. പക്ഷെ അനന്തുവിന്റെ മനസ്സ് അങ്ങനെയായിരുന്നില്ല. മാസങ്ങൾ കടന്നു. കടൽ അതേപോലെ, ചായക്കട അതേപോലെ. പക്ഷെ ദേവികയില്ല. ഒരു ദിവസം ഒരു കത്തെത്തി. നീ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ നിന്റെ മൗനത്തിൽ എല്ലാം വായിച്ചു. ചില പ്രണയങ്ങൾ കാത്തിരിപ്പായിരിക്കും. അനന്തുവിന്റെ കണ്ണുകൾ നനഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഗ്രാമത്തിലെ ഒരു ചെറിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം. ജനക്കൂട്ടത്തിനിടയിൽ ദേവിക. അവൾ ചിരിച്ചു. അനന്തുവിന്റെ മുന്നിൽ വന്നു. ഇനിയും കാത്തിരിക്കണോ? അവൾ ചോദിച്ചു. അനന്തു ആദ്യമായി ധൈര്യം കണ്ടെത്തി. ഇത്രയും നാൾ കാത്തിരുന്നെങ്കിൽ ഇനി ജീവിതം മുഴുവൻ കൂടെ നടക്കാം. കടൽ ശബ്ദിച്ചു. മൗനം പുഞ്ചിരിയായി. കാത്തിരിപ്പ് പ്രണയമായി മാറി.